അങ്ങനെ മുന്നേറുകയാണ്. രണ്ടാം ട്രാക്കിലൂടെ കാരിച്ചാൽ അങ്ങനെ കിടക്കുന്നു. കാരിച്ചാലും നടുഭാഗവും വിയ്യപുരം നേരിടവും ഒപ്പത്തിനൊപ്പം വിധികർത്താക്കൾ വിജയിക്കട്ടെ. ഒരുപക്ഷേ കാരിച്ചാൽ തന്നെ അഞ്ചാമത് കടന്നുപോയത് എന്ന് ജഡ്ജസ് ആണ് ഔദ്യോഗികമായി പറയേണ്ടത്. ജലോത്സവ ലോകം ഉറ്റുനോക്കിയ 70ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ അതിന്റെ മൂർച്ഛന്യാവസ്ഥയില് തുടക്കം മുതലേ ഒരുപോലെ കടന്നുപോയ 4 ജലരാജാക്കന്മാര് ഫിനിഷിങ്ങിനോടടുത്തപ്പം ഒന്നിലെ നടുഭാഗം അല്പം മുൻപിലേക്ക് കടക്കുന്നു. തൊട്ടു മുൻപില് ഇതാ PBC ലീഡെടുക്കുന്നു. തൊട്ടു മുൻപില് ഇതാ വിയ്യപുരം കുതിക്കുന്നു. തൊട്ടു മുന്നാലെ നിരണം കുതിക്കുന്നു. ജഡ്ജസ് ആണ് ഔദ്യോഗികമായി ആര് വിജയിച്ചത് എന്ന് പറയുന്നത്. ലോകമെമ്പാടുമുള്ള ജലോത്സവ മനസ്സുകള് ഇന്ന് കൃതജ്ഞരാണ്. കാരണം ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൈക്രോ സെക്കൻഡുകളിലാണ് 24ാമത് അല്ലെങ്കിൽ 2024 70ാമത് നെഹ്റു ട്രോഫി അവസാനിക്കുന്നത്. ഇവിടെ യാതൊരു സംശയങ്ങളുമില്ല. ഇത് കൃത്യമായ ഡിജിറ്റൽ സംവിധാനത്തിലാണ്. ചരിത്രം കുറിച്ചിരിക്കുന്നു. അഞ്ചാം തവണ നെഹ്റു ട്രോഫി നേടിക്കൊണ്ട് കാരിച്ചാൽ 1 വിയ്യപുരം 2. വീണ്ടും അതായത് ജലോത്സവ പ്രേമികളുടെ ആവേശം, അവരുടെ ആവേശത്തിന് അത്രയധികം 2024 ഇല്ല. കാരിച്ചാൽ ജലരാജാക്കന്മാരായിരിക്കുന്നു. പുന്നമടക്കായലിലെ ജലരാജാക്കന്മാരായി കാരിച്ചാൽ, അതും നേരിയ മൈക്രോ സെക്കൻഡ് വ്യത്യാസത്തിൽ 4.78 സെക്കൻഡിൽ കാരിച്ചാൽ ഫിനിഷ് ചെയ്യുമ്പോൾ വിയ്യപുരമാകട്ടെ 4.29.78 സെക്കൻഡിൽ. അതായത് ഈ കാരിച്ചാൽ നമുക്കറിയാം 4.14 സെക്കൻഡിലാണ് അവർ ഹീറ്റ്സിൽ ഫിനിഷ് ചെയ്ത്. അതിലും കൂടുതൽ സമയമെടുത്തു. പക്ഷേ വളരെ 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 ടൈറ്റായ പോരാട്ടം. ജലരാജാവായി ഇപ്പോൾ കാരിച്ചാലിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. പുന്നമടക്കായലിലെ ആവേശകരമായ മത്സരത്തിൽ 4 ചുണ്ടൻ വള്ളങ്ങളും ഒരുപോലെ. കാരിച്ചാലും വിയ്യപുരവും നിരണം ചുണ്ടനും നടുഭാഗവും ഒത്തൊരുമിച്ച് ഒന്നൊന്നായി തുഴഞ്ഞപ്പോൾ ഏറ്റവും ഒടുവിൽ മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ കാരിച്ചാൽ ജലരാജാക്കന്മാരായിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. എത്ര മനോഹരമായ ആ ടൈമിംഗ് കൂടിയാണ്. 4.2978, 4.2979, 4.3013, 4.3056. അതായത് വളരെ വളരെ കുറഞ്ഞ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ മാത്രം, മൈക്രോ സെക്കൻഡ്സിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് ഇപ്പോൾ കാരിച്ചാൽ പുന്നമടക്കായലിൽ ജലരാജാക്കന്മാരായത്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ കാരിച്ചാൽ 5ാം തവണയാണെന്ന് മനസ്സിലാക്കണം ഈ നെഹ്റു ട്രോഫി ടൂർണമെന്റിലെ കിരീടം സ്വന്തമാക്കുന്നത്. വലിയ ആവേശകരമായ മത്സരത്തിനൊടുവിൽ ശരണ്യ, എങ്ങനെയായിരുന്നു ആവേശം എന്ന് പങ്കുവെക്കാം. തികച്ചും ആവേശകരമായ മത്സരം എന്ന് പറയാം. ഒരു സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ, ഒരു മൈക്രോ സെക്കൻഡിന്റെ വ്യത്യാസത്തിലാണ് ഫിനിഷ് ചെയ്തത് എന്നുള്ളതാണ്. അതായത് 4.29.79 മൈക്രോ സെക്കൻഡ്, 4 മിനിറ്റ് 29 സെക്കൻഡ് 79. അതായത് ഒരു മൈക്രോ സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ ഒരു മത്സരം അല്ലെ. ഇത്ര ആവേശകരമെന്ന് പറയാൻ 4.27 അതായത് ഒരു മൈക്രോ സെക്കൻഡിന്റെ വളരെ ശക്തമായ പോരാട്ടം, ഇഞ്ചോടിഞ്ചു പോരാട്ടം, കരുത്തുറ്റ പോരാട്ടം, ഒപ്പത്തിനൊട്ട് പോരാട്ടം. അതാണ് കാണികൾക്ക് ആവശ്യം. അതിവിടെ പ്രകടമാക്കി. പക്ഷേ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ചരിത്രം പേറി ഈ പുന്നമടക്കായലിൽ തുടർച്ചയായി 5ാം തവണയും വിജയപഥമേറി ചരിത്ര മുഹൂർത്തത്തിൽ സാക്ഷിയായ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് വിജയപഥം അണിയിച്ചിരിക്കുകയാണ്. തീർച്ചയായും ജലരാജാക്കന്മാർ അവർ ആവശ്യപ്പെട്ട, അല്ലെങ്കിൽ കാണികൾ ആവശ്യപ്പെട്ട, ജലോത്സവ പ്രേമികൾ ആവശ്യപ്പെട്ട ഒരു കാഴ്ച അവർക്ക് സമ്മാനിച്ചുകൊണ്ടാണ് നെഹ്റു ട്രോഫി 70ാമത് നെഹ്റു ട്രോഫിക്ക് തിരശ്ശീല വീഴുന്നത്. ഏറ്റവും ഒരു മൈക്രോ സെക്കൻഡ് വ്യത്യാസത്തിലാണ് കാരിച്ചാൽ വിയ്യപുരത്തെ പിന്തള്ളിക്കൊണ്ട് 1ാം സ്ഥാനത്തേക്ക് എത്തുന്നത്. അത്ര ആവേശകരമായ മത്സരം. 4.29.78 ആവേശകരമായിരുന്നു ആ മത്സരം.
വിയപുരവുമായി ഒരു മൈക്രോ സെക്കൻഡ് വ്യത്യാസത്തിൽ നമ്മുടെ ദൃശ്യം നമ്മൾ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ, ആ നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കിയാൽ ഇത് ആര് ജയിച്ചു എന്ന് നമുക്ക് കണ്ടെത്താൻ പോലും കഴിയാത്തത്ര ആവേശകരമായ ഒരു മത്സരത്തിലേക്ക് പുന്നമട എത്തി എന്നുള്ളതാണ്. പലർക്കും ദുഃഖവും സന്തോഷവും സമ്മിശ്ര വികാരങ്ങളും ഒക്കെ ഉണ്ടാകും. അവരവരുടെ ക്ലബ്ബുകൾ, അവരവരുടെ വള്ളങ്ങൾ, കരകളുടെ ആഘോഷങ്ങൾ. പക്ഷെ അതിനൊക്കെ അപ്പുറം ജലോത്സവ പ്രേമികൾക്ക് വേണ്ടത് ഇതാണ്. ഏറ്റവും ആവേശകരമായ മത്സരം. പ്രതീക്ഷകൾ, ഒരുപാട് പ്രതീക്ഷകൾ നൽകി അതേ ആവേശത്തിൽ തന്നെ ആ വള്ളങ്ങൾ തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. അത്ര നല്ല മത്സരം കാഴ്ചവെച്ചുകൊണ്ട്, ആ കാഴ്ചകൾ നൽകിക്കൊണ്ട് ഓരോ വള്ളവും ഇഞ്ചോടിഞ്ച്. പക്ഷേ നേരത്തെ നമ്മൾ കണ്ടതാണ് ഹീറ്റ്സിൽ 4.14 എന്ന റെക്കോർഡ് സമയത്തിലേക്ക് കാരിച്ചാൽ എത്തിയെങ്കിൽ പോലും ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല. അവരുടെ സമയത്തിൽ അവർ അല്പം പിന്നിൽ പോയി. പക്ഷേ എങ്ങനെ പിന്നിൽ പോയാലും ചരിത്രം എഴുതി ചേർത്ത് തന്നെ പോകും. തുടക്കം മുതൽ നമ്മൾ കണ്ട ട്രെൻഡ്, 70ാമത് നെഹ്റു ട്രോഫിയുടെ തുടക്ക കാലഘട്ടം മുതൽ നമ്മൾ കണ്ടൊരു ട്രെൻഡ്. അവർ വ്യക്തമായ ആധിപത്യം പരിശീലനത്തിൽ അടക്കം നേടി മുന്നോട്ട് വന്നൊരു ക്ലബ്ബ്. വലിയ പ്രതീക്ഷ ജലോത്സവ പ്രേമികൾക്ക് നൽകിയ ഒരു ക്ലബ്ബ് കൂടിയാണ് PBC. 5ാം തവണയിലേക്ക് എത്തുമ്പോൾ ഒരു ചരിത്രം തീർച്ചയായിട്ടും ഒരു മാസത്തെ കഠിന പ്രയത്നത്തിന് ഫലപ്രാപ്തി കണ്ടിരിക്കുകയാണ്. ഈ പുന്നമടക്കായൽ ഇതിഹാസം രചിച്ചിരിക്കുകയാണ് പട്ടാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. 2019, 2021, 2022, 2023, 2024 അങ്ങനെ 5 വർഷം തുടർച്ചയായി വിവിധ വള്ളങ്ങളിൽ വന്ന് മുത്തമിടുന്ന ഒരു ക്ലബ്ബ്. അത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ്. അത് ചരിത്ര നിമിഷമാണ്. ചരിത്രത്തിന്റെ തേരിലേറിയിരിക്കുകയാണ്. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള അത്യന്തം വാശിയേറിയ 4 ജലരാജാക്കന്മാരുടെ ആ ഫൈനൽ മത്സരത്തിൽ ഒന്നാമതായി നമ്മുടെ കാരിച്ചാലും, രണ്ടാമതായി വിയപുരവും, മൂന്നാമതായി നടുഭാഗവും, നാലാമതായി അങ്ങനെ 4 വള്ളങ്ങൾ BBC ആണ്. അവരുടെ ചരിത്രം വിയപുരത്തിലൂടെ നേടിയ 4ാമത്തെ കിരീടം. ഇത്തവണ അവർ വള്ളം മാറിയാലും എന്ത് മാറിയാലും ചരിത്രം ഞങ്ങൾ എഴുതും എന്നവർ ഉറപ്പിച്ച് പറഞ്ഞു. ഒരു ആത്മവിശ്വാസം കുറവില്ലായിരുന്നു. തുടക്കം മുതൽ തന്നെ അവർ പറഞ്ഞു, ഞങ്ങൾ നേടും, ഞങ്ങൾ കൊണ്ടുപോകും, ഇത്തവണ ഭരിക്കും എന്നവർ പറഞ്ഞിരുന്നു. 0.790 5 മൈക്രോ സെക്കൻഡ് വേരിയേഷനിലാണ് ഈ 1, 2 സ്ഥാനങ്ങൾ നിർണയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 3ാം സ്ഥാനം എത്തിയിരിക്കുന്നത് 1ാം ട്രാക്കിൽ മത്സരിച്ച രജിസ്റ്റർ നമ്പർ 11 നടുഭാഗം ചുണ്ടം ബോട്ട് ക്ലബിന്റെ പേര് കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ്. ശ്രീ സുനീഷ് കുമാർ നേതൃത്വം നൽകിയത്. കരസ്ഥമാക്കിയത് 3ാം സ്ഥാനം 4 മിനിറ്റ് 30 സെക്കൻഡ് 0.13 മൈക്രോ സെക്കൻഡ്. അതോടൊപ്പം തന്നെ 4ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് രജിസ്റ്റർ നമ്പർ 10 നിരണം ചുണ്ടൻ നിരണം ബോട്ട് ക്ലബ്ബ്. KG എബ്രഹാം ക്യാപ്റ്റനായിട്ടുള്ള നിരണം ബോട്ട് ക്ലബ്ബാണ് ഇവിടെ 4ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. 4 മിനിറ്റ് 30.56. വളരെ നെക്കോടുള്ള ഒരു ഫൈറ്റ് ആയിരുന്നു. തീർച്ചയായിട്ടും വിജയിച്ചിരുന്ന എല്ലാവരും വിജയികൾ തന്നെയാണ്. തീർച്ചയായിട്ടും വളരെ ഒരു ചെറിയ മൈക്രോ സെക്കൻഡ് വ്യത്യാസത്തിലാണ് ഈ വ്യത്യാസങ്ങൾ വന്നേക്കുന്നത്. ഏതായാലും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ചാമ്പ്യന്മാരായിരിക്കുന്നു. ഐതിഹാസികമായ ഒരു മത്സരമായിരുന്നു. ഒരുപക്ഷെ നെഹ്റു ട്രോഫിയുടെ ചരിത്രം കണ്ടതിലേക്ക് ഏറ്റവും ആവേശകരമായ മത്സരത്തിൽ മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ഇവിടെ കാരിച്ചാൽ ജലരാജാക്കന്മാരാകുന്ന കാഴ്ച എത്ര ആവേശകരമായിരുന്നു എന്നുള്ളതാണ്. അത് ഓരോ നിമിഷവും ഈ 4 വള്ളങ്ങൾ ഒരു സമയത്ത് എപ്പോഴെങ്കിലും മുന്നിലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഈ മത്സരവുമായി ബന്ധപ്പെട്ട് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ കാരിച്ചാൽ 4.29 സെക്കൻഡിൽ മൈക്രോ സെക്കൻഡിൽ ഫിനിഷ് ചെയ്ത് അവർ ഇതാ ജലരാജാക്കന്മാരായിരിക്കുന്നു. വില്ലേജ് ബോട്ട് ക്ലബിന്റെ വിയപുരം, നിരണം ബോട്ട് ക്ലബിന്റെ നിരണം ചുണ്ടൻ, കുമരകം ബോട്ട് ക്ലബിന്റെ നടുഭാഗം എന്നിവർ ആവേശകരം. നമുക്കറിയാം ഈ നടുഭാഗമൊക്കെ വളരെ വ്യത്യാസത്തിലാണ് ഹീറ്റ്സിൽ കാരിച്ചാലുമായി കമ്പയർ ചെയ്താൽ ഫിനിഷ് ചെയ്ത്. പക്ഷേ ഫൈനൽ മത്സരം എത്തിയപ്പോഴേക്കും ആവേശം അതിന്റെ ഉച്ചസ്ഥായിലായിരുന്നു. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ കാരിച്ചാൽ ചുണ്ടൻ ജലരാജാക്കന്മാരാകുന്ന കാഴ്ച എത്ര മനോഹരമായി പുന്നമടക്കായലിൽ നമ്മൾ കണ്ടു. ശരണ്യ സ്നേഹിതൻ തുടരാം.